ഇവിടെ ജീവിച്ചു പോകുന്ന നമ്മളിലൊക്കെ തന്നെയും വ്യത്യസ്തങ്ങളായ സ്വഭാവങ്ങളും രീതികളുമായിരിക്കും ഉണ്ടാവുക. എല്ലാവരും ഒരുപോലെ വസ്ത്രം ധരിക്കുക, എല്ലാവരും ഒരുപോലെ ഭക്ഷണം കഴിക്കുക, എല്ലാവരും ഒരുപോലെ ഉണർന്നെഴുന്നേൽക്കുക, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഓരോരുത്തർക്കും ഓരോ അവരുടെ സാഹചര്യവും രീതിയും സൗകര്യവും അനുസരിച്ചുള്ള ജീവിതക്രമമാണ് നാം പിന്തുടരുന്നത്. ഇത്തരം വൈവിധ്യങ്ങൾ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇസ്ലാം ഇതിനെ ഏറ്റവും നല്ല രീതിയിൽ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഒരാൾ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ, ഒരാൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ, ഒരാൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ, ഒരാൾ ഒരു വാഹനം മേടിക്കുകയാണെങ്കിൽ, ഒരാൾ ഒരു ജീവിത സൗകര്യം എவ்விധത്തിലായിരുന്നാലും തേടുകയാണെങ്കിൽ അതിൽ ഒരിക്കലും അമിതവ്യയം പാടുള്ളതല്ല, ദൂർത്ത് പാടുള്ളതല്ല. അത് പൊങ്ങച്ചത്തിലേക്ക്, അഹങ്കാരത്തിലേക്ക് വഴിതെളിക്കും വിധം കൊണ്ടുപോകാൻ പാടുള്ളതല്ല. വളരെ ശക്തമായ രീതിയിൽ ഇസ്ലാം അത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പറയുന്ന 26, 27 ആയത്തുകളിലൂടെ وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا. കുടുംബ ബന്ധമുള്ളവന് അവന്റെ അവകാശം നീ നൽകണം. നമ്മുടെ ബന്ധുക്കൾക്ക്, വേണ്ടപ്പെട്ടവർക്കൊക്കെയും അവകാശങ്ങളുണ്ട് നമ്മിൽ. അതൊക്കെയും കൃത്യതയോടെ, സൂക്ഷ്മതയോടെ നൽകണം. മാത്രമല്ല, അഗതിക്കും വഴിപോക്കലും നൽകണം. പാവപ്പെട്ടവന് ദുനിയാവിൽ അവന്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ദരിദ്രനായിപ്പോയ, നിസ്സഹായനായിപ്പോയ, നിരാലംബനായിപ്പോയ ആളുകളെ കണ്ടറിയണം, സഹായിക്കണം. വഴിപോക്കലെയും ഏതോ ഒരു മനുഷ്യൻ, നമുക്കറിയുകയും ചെയ്യാത്തൊരു മനുഷ്യൻ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ അവരെയും സഹായിക്കണം, നമ്മുടെ സമ്പത്ത് കൊണ്ട്, നമ്മുടെ ശരീരം കൊണ്ട്. അത്തരം സഹായങ്ങളിൽ നിന്നൊന്നും ഒരു വിശ്വാസിക്ക് മാറി നിൽക്കാൻ പാടുള്ളതല്ല. എന്നിട്ട് പറയുകയാണ്, നീ അങ്ങനെയൊക്കെ സഹായിക്കണം, പക്ഷേ നീ നിന്റെ ധനം ദുർവ്യയം ചെയ്യരുത്, ദൂർത്തടിക്കരുത്, അമിതവ്യയം ചെയ്തുകൊണ്ട് അതിനെ അലങ്കോലമാക്കരുത്, അതിനെ നശിപ്പിച്ചു കളയരുത്. അപ്പേരിൽ നിനക്ക് നാശമുണ്ടാകുന്നത് കൊണ്ട് നീ ആ നാശത്തിലേക്ക് വഴിതെളിഞ്ഞു പോകരുത്. നീ നിന്റെ ധനം ദുർവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ദുർവ്യയം, ദൂർത്ത് അത് ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരങ്ങളാണ്. പിശാചുക്കൾ നമ്മെ പ്രേരിപ്പിക്കും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് നടക്കാൻ, ഇസ്ലാം പഠിപ്പിച്ച മിതവ്യയത്തിൽ നിന്ന്, ഇസ്ലാം പഠിപ്പിച്ച സൂക്ഷ്മതമായ ജീവിതത്തിൽ നിന്ന്, ഇസ്ലാം പഠിപ്പിച്ച വിനയത്തിന്റെയും സാഹോദര്യത്തിന്റെയും ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ച് നടക്കാൻ പിശാച് നമ്മെ പ്രേരിപ്പിക്കും. നമ്മൾ ആ പിശാചിന്റെ വാക്ക് കേട്ട് അഹങ്കാരത്തിന്റെയും പൊങ്കച്ചത്തിന്റെയും കിബിറിന്റെയും ഒക്കെ ഭാഷയിൽ നമ്മൾ ദൂർത്തുമായി, ആഡംബരവുമായിട്ടാണ് ജീവിക്കാൻ പോകുന്നതെങ്കിൽ അറിഞ്ഞുകൊള്ളുക, നിങ്ങൾ പിശാചിന്റെ സഹോദരനാണ്. എന്ന് വെച്ചാൽ പിശാച് തന്നെയാണ്. പിശാചിന്റെ സഹോദരൻ എന്ന് വെച്ചാൽ പിശാച് തന്നെയാണ് നീ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും അമിതവ്യയം ചെയ്യുന്നവർ പിശാചുക്കളുടെ സഹോദരന്മാരാണ്. വകാന ശൈത്താനു റബ്ബിഹി കഫൂറാ. പിശാചാകട്ടെ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവരുമാകുന്നു. പിശാച് അള്ളാഹുവിനോട് നന്ദി കേട് കാണിച്ചവനാണ്. തന്നെ തീയിൽ നിന്ന് പടച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ചു മണ്ണിനാൽ പടച്ച മനുഷ്യന് സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ കൽപ്പനയെ ചോദ്യം ചെയ്തുകൊണ്ട് അഹങ്കാരിയായ മാറിയ പിശാച്, നന്ദി കെട്ട പിശാച്, ആ പിശാചിന്റെ കൂട്ടത്തിലായിരിക്കും. അഹങ്കാരത്തോടെ, പുങ്കച്ചത്തോടെ, ദൂർത്തോടെ, ആഡംബരത്തോടെ നീ ജീവിക്കുകയാണെങ്കിൽ, അതുകൊണ്ട് ആഡംബരത്തിന്റെ വിഷയത്തിൽ, പൊങ്ങച്ചത്തിന്റെ വിഷയത്തിൽ, ദൂർത്തിന്റെ വിഷയത്തിൽ നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു ഭവിക്കുന്നുണ്ടോ എന്ന് നീ പരിശോധന വിധേയമാക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻആമിൽ
വിശദീകരിക്കുന്നു. ഈന്തപ്പന തോട്ടങ്ങളും ഈ തോട്ടങ്ങളും ഈന്തപ്പനകളും വിവിധതരം കനികളും കൃഷികളും ഒലീവും മാതളവുമെല്ലാം സൃഷ്ടിച്ചുണ്ടാക്കിയത് പടച്ചവനാണ് നമുക്ക് വേണ്ടി, നമുക്കത് അനുഭവിക്കാൻ വേണ്ടി, നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി, നമുക്ക് അത് കൃഷി ചെയ്തുകൊണ്ട് ജീവിതായോജനത്തിന്റെ വഴി തേടാൻ വേണ്ടി അതൊക്കെയും പടച്ചവനാണ് തന്നിരിക്കുന്നത്. പ്രകൃതിയിലെ വിശാലമായ സൗന്ദര്യാത്മകമായ സുന്ദരമായ കായ്ക്കനികളൊക്കെയും നമുക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ്. എന്നിട്ട് ശേഷം ഖുർആൻ സൂചിപ്പിക്കുകയാണ്, കുലൂ മിൻ തമരിഹി ഇദാ അസ്മറ വആതു ഹഖഹു യൗമ ഹസാദിഹി. അവയോരോന്നും കായ്ക്കുമ്പോൾ, ഈ പറഞ്ഞ ഫലങ്ങൾ ഓരോന്നും കായ്ക്കുമ്പോൾ അതിന്റെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കണം. എന്തെന്ത് എന്തെന്ത് വിഭവങ്ങളാണ്, ഫലങ്ങളാണ്, പഴവർഗങ്ങളാണ് നമുക്ക് അള്ളാഹു അനുഗ്രഹമായി നൽകിയിരിക്കുന്നത്. ഭക്ഷണങ്ങൾ നമ്മൾ പാകം ചെയ്തുണ്ടാക്കുന്നതല്ലാത്ത കായ്ക്കനികൾ എന്തൊക്കെയാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. ഓരോ പ്രദേശത്ത് പോയാലും പുതിയ പുതിയ ഫലങ്ങൾ, കായ്കനികൾ നമുക്ക് കാണാം. രുചികരമായ ആസ്വാദ്യകരമായ കായ്കനികള്, ഫലങ്ങള്, അതൊക്കെയും അള്ളാഹു നൽകിയതാണ്, നമ്മളായിട്ട് നൽകിയല്ല. നമ്മൾ വിതച്ച് മരമാക്കി വൃക്ഷമാക്കി അതിലൂടെ ഫലം കൊള്ളുന്നുണ്ടുവെങ്കിലും എവിടെ നിന്നാണ് വിത്തുണ്ടായത്? ആ വിത്തിൽ ആ ഒരു ഫലം മുളച്ചു വരാൻ മാത്രം വലിയൊരു വൃക്ഷമായി അത് മാറാൻ മാത്രമുള്ള സംവിധാനം ഒരുക്കിയത് ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹുവാണ്. ആ അള്ളാഹു പറയുകയാണ്, കുലൂ മിൻ തമരിഹി ഇദാ അസ്മറ വആതു ഹഖഹു യൗമ ഹസാദിഹി. അവയോരോന്നും കായ്ക്കുമ്പോൾ അതിന്റെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളണം. വലാ തുസ്രിഫൂ, അമിതവ്യയം പാടില്ല, ദൂർത്തു വേണ്ട, പൊങ്ങച്ചത്തിന് വേണ്ടി ആവേണ്ടതില്ല. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. തീർച്ചയായും ദൂർത്തി ചെയ്യുന്നവരെ, ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഓരോ ഫലങ്ങളും ഉണ്ടായാൽ അത് നമുക്ക് അനുഭവിക്കാം. മാത്രമല്ല അതിന്റെ വിളവെടുപ്പ് ദിവസം അതിനുള്ള ബാധ്യത നിങ്ങൾ നിറവേറ്റുകയും ചെയ്യണം എന്നും പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് നൽകണം. അതില്ലാത്തവർക്ക്, അത് കിട്ടാത്തവർക്ക് അത് നൽകണം, വീതിച്ച് നൽകണം, സദഖയായി നൽകണം, ദാനമായി നൽകണം, പാരിതോഷികമായി നൽകണം. നമുക്കുണ്ടാക്കുന്ന കൃഷി നമ്മുടെ വിഭവങ്ങളൊക്കെയും നമ്മുടേത് മാത്രമല്ല, അതിന് മറ്റവകാശികൾ കൂടിയുണ്ട്. അവർക്ക് കൂടി അത് നൽകണം. ആ അവകാശം, ആ ബാധ്യത കൃത്യതയോടെ നിർവഹിക്കണം. എന്നിട്ടാണ് പറയുന്നത്, വലാ തുസ്രിഫൂ, നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അള്ളാഹു ഒരിക്കലും ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നില്ല. അമിതമായിക്കൊണ്ട് അത് ഭക്ഷിക്കാനോ അത് ദൂർത്താക്കിക്കൊണ്ട് ചെലവഴിക്കാനോ പാടില്ല, വേണ്ട. എങ്ങനെ വേണ്ട? ആവശ്യത്തിന് സക്കാത്തിന്റെ വിഹിതം എത്രയാണോ അത് നൽകണം. സദഖയായി നമുക്ക് എത്രയൊക്കെ നൽകാൻ കഴിയുമോ അതൊക്കെയും നൽകണം. പക്ഷേ അത് പൊങ്ങച്ചത്തിന് വേണ്ടി, ആളുകൾക്കിടയിൽ പേരും സ്ഥാനമാനങ്ങളും എടുക്കാൻ വേണ്ടി അർഹതപ്പെട്ടവരെ മാറ്റിവെച്ചുകൊണ്ട് അനർഹർക്ക് നൽകുന്ന ആ പരിപാടി വേണ്ട കേട്ടോ. അത് ദൂർത്താണ്, ദുർവ്യയമാണ്. ഖുർആൻ പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇഖ്തിസാദു ഫിൽ മഈശത്തി മിനൽ ഈമാൻ, ജീവിതത്തിൽ മിതത്വം എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ്. ദൂർത്തില്ലാത്ത, അമിതമായി വ്യയം ചെയ്യപ്പെടാത്ത, പിശുക്ക് കാണിക്കാത്തതുമായ മിതത്വം പാലിക്കുക എന്നുള്ളത് ഈമാനിന്റെ ഭാഗമാണ് എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. സൂറത്തുൽ ഫുർഖാനിൽ നമുക്കറിയാം, സ്വർഗാവകാശികളാകുന്ന നല്ല മനുഷ്യരുടെ സവിശേഷതകൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരാണവർ, അവിവേകികളെ കണ്ടാൽ മാറി നടക്കുന്നവരാണവർ, അള്ളാഹുവിന് പ്രണാമം അർപ്പിക്കുന്നവരാണെന്നവർ, അവർ രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന് നമസ്കാരം സുദീർഘമായി നമസ്കരിക്കുന്നവരാണവർ, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത, അന്യമായി ആരെയും ക്രൂശിക്കുകയോ വേദനിപ്പിക്കുകയോ വധിക്കുകയോ ചെയ്യാത്ത, വ്യഭിചരിക്കാത്തവരാണ്. നരകശിക്ഷയെ തൊട്ട് നിരന്തരം അള്ളാഹുവിനോട് കാവലിനെ തേടുന്നവരാണവർ. ആര്? സ്വർഗാവകാശികൾ. ആ സ്വർഗാവകാശികളുടെ മറ്റൊരു സവിശേഷതയായിട്ട് സൂറത്തുൽ ഫുർഖാനിലെ 67-ാമത്തെ ആയത്ത് പറയുകയാണ്,
വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. ചെലവ് ചെയ്യുകയാണെങ്കിൽ അമിതവ്യയം, ധൂർത്ത് നടത്തുകയോ പിശുക്ക് പിടിക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള മിതമായ മാർഗം സ്വീകരിക്കുകയാണ് വേണ്ടത്. അതാണ് ഉത്തമം, അതാണ് സത്യവിശ്വാസികളുടെ സ്വഭാവം. പിശുക്കി പിശുക്കി ആർക്കും കൊടുക്കാതെ, ആരെയും സഹായിക്കാതെ, തൻ്റെത് മാത്രം, തനിക്കുള്ളത് തനിക്ക് മാത്രം, തന്റെ കുടുംബത്തിന് മാത്രം എന്ന് വെച്ച് അവിടെ സൂക്ഷിച്ച്, കുടുംബത്തിന് പോലും ഉപകാരപ്പെടാത്ത വിധത്തിൽ അവിടെ സൂക്ഷിച്ച്, അക്കൗണ്ടിൽ സൂക്ഷിച്ച് അങ്ങനെ മരവിപ്പിച്ച് കിടക്കുകയല്ല വേണ്ടത്. അതിങ്ങനെ ഇഷ്ടം പോലെ ചെലവഴിച്ച് ദൂർത്തടിച്ച് നാശമാക്കുകയുമല്ല വേണ്ടത്. അതിൽ അവകാശികളുണ്ട്, അവകാശികൾക്ക് കൃത്യതയോടെ നൽകണം. അല്ലാത്തവർക്ക് സദഖിയ ഇഷ്ടം പോലെ നൽകണം. എന്നാൽ അത് ദൂർത്തിന്റെ വഴിയിലേക്ക് മാറിപ്പോകരുത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള പൊങ്ങച്ചത്തിന്റെ വഴിയിലേക്ക് തന്റെ പണം ചെലവഴിച്ചു പോകുന്ന അവസ്ഥ പടച്ചവും പൊറുക്കൂലാന്നാ പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു സ്വഭാവം അവരിൽ ഉണ്ടാവൂല, പൊങ്ങച്ചത്തിന്റെ ഒരു വഴിയും അവരിൽ ഉണ്ടാവുകയില്ല എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്. ഭക്ഷണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും എങ്ങനെയാണ്, അതുപോലും അമിതമായി കഴിക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതെന്തിനാണ്? നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ. നമുക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടേതായ ജീവിത ശൈലി രോഗങ്ങൾ, ഒരുപാട് അസുഖങ്ങൾ ഇപ്പൊ ഇരിക്കുന്ന ആളുകൾക്കൊക്കെയും ഏതെങ്കിലും വിധത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ ഭക്ഷണത്തിന്റെ പേരിൽ മാത്രം ഉണ്ടായവരായിട്ടുണ്ട്. ഒരുപാട് അസുഖങ്ങളുണ്ടല്ലോ, ഒരുപാട് അസുഖങ്ങൾ. നിത്യേന ഒരുപാട് കാശ് ചെലവഴിക്കുന്ന ഗുളികയും മരുന്നും കഴിക്കേണ്ടി വരുന്ന അസുഖങ്ങൾ, നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച അസുഖങ്ങൾ. അവയൊക്കെ നിയന്ത്രിക്കാൻ പ്രവാചകൻ പറഞ്ഞ, വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ച ഭക്ഷണക്രമം തുടരുകയാണ് വേണ്ടത്. യാ ബനി ആദമ ഖുദൂ ദീനക്കും ഇൻദ കുല്ലി മസ്ജിദിൻ. ആദം സന്തതികളെ, എല്ലാ ആരാധനാ സമയങ്ങളിലും എല്ലാ ആരാധനാ വേളകളിലും നിങ്ങൾക്ക് അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചു കൊള്ളുക. നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത്, ഏറ്റവും വൃത്തിയുള്ളത്, ഏറ്റവും നമുക്ക് ഇഷ്ടപ്പെട്ടത്, ഏറ്റവും മനോഹരമായിട്ടുള്ളത് നിങ്ങൾ അണിഞ്ഞുകൊള്ളുക. അങ്ങനെ ഒരു നല്ല വസ്ത്രം എടുക്കുന്നതിനെ കുറിച്ചൊന്നും മതം വിലക്കിയിട്ടില്ല. അലങ്കാര വസ്ത്രം നിങ്ങൾ ആരാധനാകർമ്മങ്ങളിൽ, പള്ളികളിൽ വരുമ്പോൾ ധരിച്ചു കൊള്ളണം. പള്ളികളിൽ വരുമ്പോ ഏതോ ഒരു വസ്ത്രവും ധരിച്ച് മറ്റിടങ്ങളിലൊക്കെ പോകുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുന്ന സ്വഭാവമായിരിക്കരുത് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. അവർ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് മുനാജാത്തിനായി വരുന്ന, നമസ്കാരം നിർവഹിക്കാൻ വരുന്ന സമയങ്ങളിലായിരിക്കണം ഏറ്റവും ഇഷ്ടപ്പെട്ട, പ്രിയപ്പെട്ട നല്ല വസ്ത്രം ധരിക്കേണ്ടത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. വക്കുലു വശ്റബൂ, മാത്രമല്ല നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, എന്നാൽ നിങ്ങൾ ദുർവ്യയം ചെയ്യരുതേ, ദൂർത്ത് കാണിക്കരുതേ. ഭക്ഷണത്തിന്റെ വിഷയത്തിലായിരുന്നാലും വസ്ത്രത്തിന്റെ വിഷയത്തിലായിരുന്നാലും ദൂർത്ത് കാണിക്കരുത്, പൊങ്ങച്ചം കാണിക്കരുത്. ദുർവ്യയം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയേ ഇല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, ഒരു മനുഷ്യനും തന്റെ വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും നിറയ്ക്കുന്നില്ല. ഒരു മനുഷ്യനും തന്റെ വയറിനേക്കാൾ മോശപ്പെട്ട ഒരു പാത്രവും നിറയ്ക്കുന്നില്ല. ആദം പുത്രന് വേണ്ടത്, ആദം പുത്രന് അഥവാ മനുഷ്യന് മുതുകു നിവർന്ന് എഴുന്നേറ്റ് നിന്ന് അധ്വാനിക്കാൻ, ജീവിക്കാൻ വേണ്ടുന്നത് ഒരിത്തിരി മാത്രമാണ്. ഒരു തുള്ളികൾ മാത്രം, വെള്ളമാവട്ടെ ഭക്ഷണമാവട്ടെ ഒരിത്തിരി മാത്രമാണ്. ഇനിയല്ല, അത് മതിയാവുന്നില്ലേ? അത് മതിയാവുന്നില്ലേ എങ്കിൽ, അതിലും കൂടുതൽ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ എങ്കിൽ വയറിന്റെ 1/3 അവൻ ഭക്ഷണത്തിനായി സ്വീകരിക്കട്ടെ, 1/3 അവൻ ഭക്ഷണം കഴിക്കട്ടെ. 1/3 അവൻ വെള്ളം കുടിക്കട്ടെ. 1/3
അവന്റെ ശരീര സംരക്ഷണത്തിനായി അവൻ മാറ്റിവെക്കട്ടെ, ഉച്ഛ്വാസ നിശ്വാസങ്ങൾക്കായി അവൻ മാറ്റിവെക്കട്ടെ. പ്രവാചകൻ പറഞ്ഞതായത്, പ്രവാചകൻ പറഞ്ഞതാ, ഇതുപോലും പാടില്ല. അതായത് ഇതിനപ്പുറം ദൂരത്തിന്റെ വഴിയിലേക്ക് ഭക്ഷണത്തിനായിരുന്നാൽ പോലും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ, എന്റെ വീട്ടിലുണ്ടാക്കിയ എന്റെ ഭക്ഷണം എനിക്കിഷ്ടം പോലെ എനിക്ക് കഴിക്കാമെന്നൊരു ധാരണ വേണ്ട. അത് ദോഷമാണ്, നമുക്കറിയാം. ഒരുപാട് രോഗങ്ങൾക്ക് കാരണമായി തീരുന്നു. പല ആളുകളുടെയും പെട്ടെന്നുള്ള മരണത്തിന് പോലും അത് കാരണമായി തീരുന്നു എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അവിടെ പോയി നിയന്ത്രിക്കണമെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ ആലോചിക്കും, ഇത്ര കുറച്ച് ഭക്ഷണം കഴിച്ചെങ്കിൽ അങ്ങനെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഒക്കെ ജീവിച്ചു പോയത്. ദിവസങ്ങളോളം അടുപ്പിൽ പുകയുണ്ടായിരുന്നില്ല. പ്രവാചകന്റെ വീട്ടിൽ എന്താ കഴിക്കുക? ഈത്തപ്പഴം ഒന്നോ രണ്ടോ മൂന്നോ ഈത്തപ്പഴം കഴിക്കും. വളരെ അപൂർവമായിട്ട് മാത്രം ബാർലി പൊടി കിട്ടും, അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി ആദ്യ റൊട്ടി കഴിക്കും. പലപ്പോഴും പാല് മാത്രം കുടിച്ച് ജീവിക്കും. പല സന്ദർഭങ്ങളിലും പട്ടിണിയായിരുന്നു. അന്തൊക്കെ യുദ്ധാവസരത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പട്ടിണി കിടന്ന് വയറ്റിൽ 2 കല്ല് വെച്ചുകൊണ്ടായിരുന്നു യുദ്ധരംഗത്ത് കുഴി കുഴിക്കാൻ വേണ്ടി, ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ കുഴി കുഴിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. മറ്റ് സഹാബികൾ വയറിൽ നിവർന്നു നിൽക്കാതെ പോയപ്പോൾ ഒരു കല്ല് കെട്ടിവെച്ചപ്പോഴാണ് സംഭവം. സഹാബികളുടെയും പ്രവാചകന്മാരുടെയും ജീവിതം അതായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം വയറ് നിറച്ച് തൃപ്തിയോടെ ഭക്ഷണം കഴിച്ച ദിവസങ്ങൾ വളരെ 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 വിരളമായിരുന്നു. നമുക്ക് യഥേഷ്ടം അത് കഴിക്കാനുണ്ട്, പക്ഷേ അത് ദൂരത്തിന്റെ വഴിയിലേക്ക് പോകരുത്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഭക്ഷണത്തോടൊപ്പം റൊട്ടിയോടൊപ്പം സുർക്ക കൊടുത്തപ്പോൾ പ്രവാചകൻ അത് റൊട്ടിയോടൊപ്പം ചേർത്ത് കഴിച്ച ശേഷം പറയുകയാണ്, എത്ര രുചികരമാണ് ഈ കറി എന്ന്. സുർക്ക കഴിച്ചിട്ടേ എത്ര രുചികരമാണ് ഇത് എന്ന്. അതിന് പോലും അല്ലാഹുവിനോട് ആ സുർക്ക ലഭിച്ചതിൽ പോലും പടച്ചവനോട് നന്ദി കാണിക്കുകയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നമ്മൾ അറിയണം, പ്രിയപ്പെട്ടവരെ, ഭക്ഷണ വിഷയമാവട്ടെ, നമ്മൾ ഒരുക്കുന്ന വീടാവട്ടെ, നമ്മുടെ വാഹനമാവട്ടെ, നമ്മുടെ വസ്ത്രമാവട്ടെ, ഒന്നിനും ആഡംബരം വേണ്ട, പൊങ്ങച്ചം വേണ്ട, കിബിർ വേണ്ട. ഇതൊക്കെ ഇട്ടേച്ച് പോകുന്ന ഒരു ദിവസമുണ്ട്. ഇതൊക്കെ ഇട്ടേച്ച് പോകുന്ന നാളെ അതൊരു അലങ്കാരമായി, ഒരു സ്മരണയായി വീട്ടിൽ തന്നെ കിടക്കേണ്ടുന്ന ഒരവസ്ഥ വരും. ഇതൊന്നും ഇല്ലാത്ത ഒരു വിഭാഗം ഇവിടെയുണ്ട്, ലോകത്തുണ്ട്. നമുക്കറിയാം, ഗസയിലെ മക്കൾ പട്ടിണിയിലാണ്. അവർ ഒരുപാട് നാളുകളായി പട്ടിണിയിലാണ്. ശരീരമൊക്കെ ശോഷിച്ചു പോയി, മാംസങ്ങളൊക്കെ ഇല്ലാതായി പോയി, എല്ലുകൾ മാത്രം കാണുന്ന അവസ്ഥയിലേക്ക് പണ്ട് എത്യോപ്യയിലെ കുട്ടികളെ കണ്ടതുപോലെ പലസ്തീനിലെ മക്കളെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തത്തരം സംഭവങ്ങൾ അവിടെ മാത്രം ഒതുക്കിക്കൊണ്ടു പോകുമെന്ന് നമ്മൾ ആരും കരുതേണ്ടതില്ല, ഇങ്ങോട്ടും വന്നേക്കാം. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം, ദൂരത്തിന്റെ വഴിയെ നമ്മൾ പോകരുത്. വീടാവട്ടെ, വസ്ത്രമാവട്ടെ, ഭക്ഷണമാവട്ടെ, എന്തായിരുന്നാലും അതിന്റെ പിന്നാലെ പോകരുത് എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മൂസാ നബിയുടെ കാലത്ത് ജീവിച്ച ഒരു പണക്കാരൻ ഹാറൂൻ വലിയ സമ്പന്നനായിരുന്നു, ഇഷ്ടംപോലെ സ്വത്തിന്റെ ഉടമ. ആ സ്വത്തിന്റെ ഉടമക്ക് അള്ളാഹു നൽകിയ ആ സ്വത്ത്, ആ സമ്പത്ത് കൊണ്ട് നല്ല നിലയിൽ ജീവിക്കാൻ, പരലോക വിജയം നേടി ജീവിക്കാൻ വേണ്ടി അള്ളാഹു അവനോട് കൽപ്പിച്ചു. പക്ഷേ അവൻ അനുസരിച്ചില്ല, അവൻ ധിക്കരിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നു, അങ്ങനെ അവൻ ജനമധ്യത്തിലേക്ക് അവന്റെ ആ അഹങ്കാര വസ്ത്രം ധരിച്ച് ആർഭാടത്തോടെ അവൻ ഇറങ്ങി വന്നു. ഖാലല്ലദീന യുരീദൂനൽ ഹയാത്തദ് ദുനിയാ യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ ഇന്നഹു ലദൂ ഹദ്ദിൻ അളീം. അത് കണ്ട് ഐഹിക ജീവിതം ദുനിയാവിലെ മോടി മാത്രം ലക്ഷ്യമാക്കിയ ആഗ്രഹിച്ചു പോയ ആളുകൾ പറയുകയാണ്, എന്തൊരു ഭാഗ്യവാനാണ് ഈ മനുഷ്യൻ. അഹങ്കാരത്തിന്റെ ആ ഗർവോടെ എഴുന്നേറ്റ്, പണത്തിന്റെ ആ പ്രൗഢിയോടെ എഴുന്നേറ്റ് വന്ന ഖാറൂനെ കണ്ടിട്ട് അവിടുത്തെ ലൗകിക ജീവിതം മാത്രം ലക്ഷ്യമാക്കുന്ന ആളുകൾ പറയുകയാണ്, എന്തൊരു ഭാഗ്യവാനാണ് ഇവനെന്തൊരു സൗഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്, ഇതുപോലെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ. കൊതിക്കുകയാണ്.
ഇതുപോലെ നമ്മൾക്കും ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളും ചിലപ്പോഴെങ്കിലും ചിലരെ കാണുമ്പോൾ അങ്ങനെ കൊതിച്ചു പോകാറുണ്ട്. വലിയ പണക്കാരെ, വലിയ സൗകര്യമുള്ളവരെ, വലിയ വാഹനത്തിൽ പോകുന്ന വലിയ വലിയ സെലിബ്രിറ്റികളെ, വലിയ വലിയ ആളുകളെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലും ആ ഒരു പൂതി വന്നു പോകാറുണ്ട്. അവർ ആഗ്രഹിച്ച കാറുവിനെ പോലെ ആയിരുന്നെങ്കിൽ അവൻ വലിയ ഭാഗ്യമുള്ളവൻ തന്നെയാണ്. ഖുർആൻ പറയുകയാണ്. ഖുർആൻ തുടർന്ന് തൊട്ടടുത്ത ആയത്തിന് ശേഷം പറയുകയാണ് സൂറത്തുൽ ഖസസിലെ 81-ാമത്തെ ആയത്തിൽ فخسفنا به وبداره الأرض فما كان له من فئة ينصرونه من دون الله وما كان من المنتصرين. അങ്ങനെ അവനെയും അവന്റെ ഭവനത്തെയും വലിയ കൊട്ടാരം, ആളുകളിൽ അസൂയ വർദ്ധിപ്പിക്കുന്ന, ആളുകൾക്ക് ആകർഷണീയത തോന്നുന്ന വലിയ കൊട്ടാരത്തെയും അവനെയും അള്ളാഹു ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു. അള്ളാഹു ഭൂമിയിൽ താഴ്ത്തിക്കളഞ്ഞു. എന്നിട്ടോ അള്ളാഹുവിന് പുറമെ അവനെ സഹായിക്കുന്ന, അവനോ പോലെ ആയെങ്കിലെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിട്ട് അവർക്കാർക്കും ആ സന്ദർഭത്തിൽ അവനെ സഹായിക്കാനോ രക്ഷപ്പെടുത്താനോ കഴിഞ്ഞില്ല. ആർക്കും കഴിഞ്ഞില്ല. അവന് സ്വയം ഈ പണം കൊണ്ട്, ഈ സ്ഥാനമാനങ്ങൾ കൊണ്ട് അവന് സ്വയം രക്ഷപ്പെടാനും കഴിഞ്ഞില്ല. ഇത്രയുള്ളൂ ജീവിതം. എല്ലാവരുടെ ജീവിതവും ഇത്രയാണ്. മുൻകാലത്ത് ഖാറൂനായിരുന്നാലും ഫിറൗനായിരുന്നാലും ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന പാഠം ഇതാണ്. ആധുനിക കാലത്തും ഇത്തരത്തിൽ അഹങ്കരിച്ച വലിയ ആളുകളുടെ ജീവിത പതനം നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ട്, കണ്ടറിഞ്ഞിട്ടുണ്ട്, പഠിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മനസ്സിലാക്കണം, ഈ ജീവിതത്തിന്റെ എളിമയും ഈ ജീവിതത്തിന്റെ നിസ്സാരയും നമ്മൾ തിരിച്ചറിയണം. വിശുദ്ധ ഖുർആൻ പറയുകയാണ് തുടർന്ന് സൂറത്തുൽ ഖസസിൽ തന്നെ 83-ാമത്തെ ആയത്തിൽ تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا. ഭൂമിയിൽ പൊങ്ങച്ചമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാകുന്നു പാരത്രിക ഭവനം സ്വർഗം. സ്വർഗീയ ജീവിതം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഭൂമിയിൽ പൊങ്ങച്ചം കാണിക്കാത്ത, ദൂർത്ത് കാണിക്കാത്ത, കിബിറ് കാണിക്കാത്ത, അഹങ്കരിക്കാത്തവർക്കാണ്. അള്ളാഹു പാരത്രിക ലോകത്ത് സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അന്ത്യഫലം, അവസാന വിജയം, അവസാന നേട്ടം. ഇപ്പോ ഇങ്ങനെയൊക്കെ ആകാം, പലരും നേട്ടത്തിലാണ്, ഉന്നതിയിലാണെന്നൊക്കെ തോന്നാം. പക്ഷേ അവസാന വിജയം അത് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ ഇഷ്ടത്തിനൊപ്പം ജീവിതം ക്രമപ്പെടുത്തിയ ആളുകൾക്ക് മാത്രമായിരിക്കും, സൂക്ഷ്മത പാലിച്ചവർക്ക് മാത്രമായിരിക്കും അവസാന വിജയം. അങ്ങനെ ഇവിടെ അഹങ്കരിച്ച, പൊങ്ങച്ചം കാണിച്ച ആളുകളൊക്കെയും പരാജയത്തിന്റെ പടുകുഴിയിലായിരിക്കും. അങ്ങനെ ഒരു സമയം വരാനിരിക്കുന്നു. നമുക്ക് എന്ത് വേണം? താൽക്കാലികമായ സുഖം വേണോ? ശാശ്വതമായ സുഖം വേണോ? ഖുർആൻ ചോദിക്കുകയാണ്, മതം ചോദിക്കുകയാണ്. നമുക്ക് വേണ്ടത് ശാശ്വതമായ ജീവിതമാണ്, സ്വർഗീയ ജീവിതമാണ്. അതിനായുള്ള പരിശ്രമമാവണം ഖുർആനിലൂടെ നാം ഉൾക്കൊള്ളേണ്ടത്. അതിനായിരിക്കണം ഇത്തരങ്ങൾ പാഠങ്ങൾ നമ്മെ പ്രചോദിപ്പിക്കേണ്ടത്. ദൂർത്തില്ലാത്ത, പൊങ്ങച്ചമില്ലാത്ത ജീവിതത്തിന്റെ വഴിയുടെ പ്രയാണം തുടരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.